സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പ്രഭാവതിയെയും ചന്ദ്രമതിയെയും ഋഷിയും കൂട്ടരും അപമാനിച്ച ആ വീഡിയോ ഉണ്ടല്ലോ, സോഷ്യൽ മീഡിയ വഴി എല്ലാവരും കാണുന്നുണ്ട്. നമ്മുടെ ത്യാഗരാജനാണെങ്കിൽ കണ്ടിട്ട് ചന്ദ്രമതിയെ കാണിക്കാൻ വേണ്ടിയിട്ട് വലിയ പുകിലൊക്കെ ഉണ്ടാക്കുന്നു. ഇപ്പം തന്നെ താൻ അരുന്ധതിയെ കാണുമെന്നും അരുന്ധതിയോട് ഇതിനെപ്പറ്റി ചോദിക്കുമെന്നൊക്കെ വാശി പിടിക്കുന്ന സമയത്ത് ഒരു വിധത്തിലാണ് നമ്മുടെ ചന്ദ്രമതി ത്യാഗരാജനെ തടഞ്ഞ് തിരിച്ചു വിളിച്ചുകൊണ്ട് വരുന്നത്. ചേച്ചി അപമാനിക്കാൻ അവരാരാണ്? ഒന്നുമില്ലെങ്കിൽ ബലരാമൻ സാറിൻ്റെ ഭാര്യയാണെന്നുള്ള കാര്യം ഓർത്തുവിടായിരുന്നോ? പിന്നെ ചേച്ചിക്ക് ചോദിക്കേണ്ടെന്നാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അയക്കുമെന്ന് പറഞ്ഞ് ചൂടായിങ്ങ് പോകുന്ന സമയത്ത് ശാരികയാണെങ്കിൽ ഈ വീഡിയോ കാണുന്നു. രാധികയെയും മാധവനെയും വിളിച്ച് കാണിക്കുമ്പോൾ ഒരു വിധത്തിൽ ചന്ദ്രോത്ത് വീട്ടിലെ പ്രശ്നങ്ങളൊന്നും അവസാനിച്ച് വന്നതായിരുന്നു. ഇതിനെ തുടർന്ന് ഈ ഋഷി കാരണം ഇനി ചന്ദ്രോത്ത് വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇനി വരാൻ പോകുന്നതെന്ന് രാധിക പറയുമ്പോൾ ശാരിക പറയുന്നുണ്ട്, ഇതെന്തായാലും അങ്ങനെ വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല. ഇതിനെ തുടർന്ന് ഒരുപാട് പ്രശ്നങ്ങൾ പിന്നാലെ വരുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നതെന്ന് ശാരിക പറയുന്നത് പോലെ തന്നെ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഭാർഗവിയാണെങ്കിൽ ഋഷിയോടും അരുന്ധതിയോടും ഇതിനെപ്പറ്റി ചോദിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് ഗൗരിയാണെങ്കിൽ തടയുന്നു. മാത്രമല്ല പ്രഭാവതി മേഡം പോലും ഈ പ്രശ്നം വലിയ ഗൗരവത്തോടെ കാണാത്തതിൻ്റെ കാരണം എന്താണെന്ന് വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട് ഭാർഗവിക്ക്. അതായത് ചന്ദ്രോത്ത് വീട്ടിൽ ഇതിനെ തുടർന്ന് വീണ്ടും വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്ന മനസ്സോടെയാണ് മേഡം ഈ പ്രശ്നത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാഞ്ഞത്. ഋഷിയോട് പ്രതികാരം ചെയ്യാൻ മറ്റെന്തെങ്കിലും പ്ലാൻ മനസ്സിൽ കണ്ടിട്ടുണ്ടാകും. ഇനി അമ്മയായിട്ട് ചെന്ന് അത് കൊളാക്കണ്ട. ഒന്നുമില്ലെങ്കിൽ മേഡം എല്ലാം ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ പഠിച്ചില്ലേ, അത് തന്നെ അതിശയമാണെന്ന് പറഞ്ഞ് ഗൗരിയാണെങ്കിൽ പ്രഭാവതി മേഡത്തെ പുകഴ്ത്തി പറയുന്ന സമയത്ത് ഭാർഗവിക്കാണെങ്കിൽ പ്രതികാരം ചോദിക്കണമെന്നുണ്ട്. എന്നാൽ ഗൗരി പറയുന്നത് ശരിയാണെന്നുള്ള രൂപത്തിൽ അടങ്ങി നിൽക്കുന്നുണ്ട്. മുരളിയും കൂടി പറയുമ്പോഴത്തേക്കും ഭാർഗവി പിന്നെ ചോദിക്കാനും പറയാനൊന്നും പോകുന്നില്ല. അതേസമയം നന്ദനും സിദ്ധാർത്ഥനും എന്തിനു പറയുന്നു, ദേവിക പോലും ഇതിന് കണക്ക് ചോദിച്ചേ പറ്റൂ എന്നുള്ള രൂപത്തിൽ നിൽക്കുന്നുണ്ട്. ദേവികയാണെങ്കിൽ പറയുന്നു വഴക്കും ബഹളവും ഒന്നും വേണ്ട, നിയമപരമായിട്ട് നേരിടാം, അതിന് വേണ്ടിയിട്ട് ഈ കംപ്ലൈൻറ്റിൽ ഒന്ന് ഒപ്പിട്ടാൽ മാത്രം മതിയെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് താൻ പ്രശ്നത്തിന് മുതിരാത്തതെന്ന് എല്ലാവരെയും പറഞ്ഞ് ബോധ്യമാക്കുന്നു. പക്ഷേ നന്ദനാണെങ്കിൽ ദേഷ്യം അങ്ങോട്ട് വിട്ടുമാറിയിട്ടില്ല. അപ്പോൾ ഇത്തവണത്തേക്ക് ക്ഷമിക്കാൻ എല്ലാവരും തയ്യാറാകുന്നു. എന്നിട്ട് സിദ്ധു ഉൾപ്പെടെ എല്ലാവരും ഒരുപോലെ പറയുന്നു ഇത്തവണ ക്ഷമിച്ചു എന്ന് പറഞ്ഞ് ഇനി ഒരു ആവർത്തിയും കൂടി ഇങ്ങനെ വല്ല പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ക്ഷമിക്കുമെന്ന്, അല്ലെങ്കിൽ ക്ഷമിക്കാനോ താൻ പറയണ്ട എന്ന് പറഞ്ഞു പോകുമ്പോഴത്തേക്കും പ്രഭാവതി ആകെ തകർന്ന് ടെൻഷൻ അടിച്ച് നിൽക്കുന്നു. പിറ്റേ ദിവസം പ്രഭാവതി ഇങ്ങനെ ഗേറ്റിൽ ചാരി നിന്ന് ഓരോന്നും ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് നന്ദു ആണെങ്കിൽ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മയ്ക്ക് ഇപ്പോഴും വിഷമം മാറിയിട്ടില്ലേ? അപ്പം പ്രഭാവതി ചോദിക്കുന്നു, വിഷമമോ? എന്ത് വിഷമം? ഋഷിയും കൂട്ടരും അമ്മയെ പൊതുസ്ഥലത്ത് വെച്ച് അപമാനിച്ചതിൻ്റെ വിഷമം മോന് തോന്നുന്നതാ. അമ്മ ആ വിഷയം അപ്പോഴേ മനസ്സിൽ നിന്ന് കളഞ്ഞു. എനിക്കറിയില്ലേ എൻ്റെ അമ്മ എന്തായാലും വിഷമിക്കേണ്ട, ഉറപ്പായിട്ടും ഈ നന്ദു ഇതിന് പ്രതികാരം ചോദിച്ചിരിക്കും എന്ന് പറഞ്ഞു പോകുമ്പോഴത്തേക്കും പ്രഭാവതി പറയുന്നുണ്ട്, മോനെ അവിവേകമൊന്നും കാണിക്കരുത്. ചന്ദ്രോത്ത് വീട്ടിൽ എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണം എന്നതാണ് ഈ അമ്മയുടെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ട് എൻ്റെ അമ്മയെ തന്നെ അപമാനിക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കണമെന്നോ അമ്മ പറയുന്നേ എന്ന് ചോദിച്ച് നന്ദു ആണെങ്കിൽ ഓഫീസിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ കെവിനുമൊത്ത് വണ്ടിയിൽ പോകുന്ന സമയത്ത് വഴിയരികിൽ നമ്മുടെ ഋഷി നിൽക്കുന്നത് കണ്ടിട്ട് നന്ദു ആണെങ്കിൽ അവിടെ വണ്ടി നിർത്തിക്കുന്നുണ്ട്. എന്നിട്ട് നന്ദുവും കെവിനും കൂടി വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് നന്ദു ആണെങ്കിൽ ഋഷിയോട് ഓരോന്നും ചോദിക്കുന്നുണ്ട്. മുമ്പൊരിക്കൽ ഞാൻ നിനക്ക് ക്ഷേത്രത്തിൽ വെച്ച് 2 തല്ല് തന്നിട്ടുണ്ട്, അന്ന് എനിക്ക് അബദ്ധം പറ്റിയെന്ന് തോന്നി, എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. ഇപ്പോഴല്ലേ നിൻ്റെ ശരിക്കുള്ള സ്വഭാവം എനിക്ക് മനസ്സിലായത്. നീ എൻ്റെ അമ്മയെ പൊതുസ്ഥലത്ത് വെച്ച് അപമാനിക്കുമല്ലേടാ എന്ന് ചോദിക്കുമ്പം ഇനി അപമാനിച്ചിരിക്കും, അവരെൻ്റെ ജീവിതം തകർത്തതിനുള്ള പ്രതികാരം ചോദിച്ചിരിക്കുമെന്ന് ഋഷി പറയുമ്പം എന്ത് പറഞ്ഞിടാന്നും ചോദിച്ച് ഒരൊറ്റയടി ഋഷിയുടെ കവളത്തേക്ക് ആഞ്ഞടിക്കുന്നുണ്ട് നമ്മുടെ നന്ദനാണെങ്കിൽ. അപ്പോഴത്തേക്കും കെവിൻ വന്ന് വേണ്ടടാ ഉപദ്രവിക്കുകയൊന്നും വേണ്ടെന്ന് പറഞ്ഞ് പിടിച്ചു മാറ്റുമ്പോഴത്തേക്കും ആ അടിയിൽ തന്നെ നമ്മുടെ ഋഷിയാണെങ്കിൽ തളർന്നു വീഴുന്നു. നമ്മുടെ കെവിൻ്റെ നെഞ്ചത്തേക്കാണ് ഋഷി തളർന്നു വീണത്. എന്നാൽ ഋഷി ബോധം കെട്ട് വീഴുന്നതൊന്നും നമ്മുടെ നന്ദൻ അറിയുന്നില്ല. കല്ല് പിടിച്ച് മറ്റൊരു സൈഡിൽ നോക്കി നിൽക്കുവാണ്. പക്ഷേ അബോധാവസ്ഥയിൽ മരണപ്പെട്ടതുപോലെ ഋഷി തളർന്നിരിക്കുന്ന കണ്ടിട്ട് കെവിനാണെങ്കിൽ ആകെ പേടിയാവുന്നു. ദേ നന്ദു നോക്ക്, ഇവനാണെങ്കിൽ തീരെ വയ്യ, ദാ ബോധം കെട്ട് കിടക്കുന്നു എന്ന് പറയുമ്പം നമ്മുടെ നന്ദനാണെങ്കിൽ വന്ന് ഋഷിയെ നോക്കുമ്പോഴത്തേക്കും ഋഷി മരിച്ചതുപോലെ കിടക്കുന്നുണ്ട്. ഇനി ശരിക്കും ഋഷിയുടെ ജീവൻ നഷ്ടമായോ എന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും പകച്ചു നിൽക്കുന്ന കെവിനെയും നന്ദനെയും കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത്. ഇനി ഋഷിക്ക് വല്ല ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ അരുന്ധതി നന്ദനെയും ദേവികയെയും
പ്രഭാവതിയെയും ആരെയും വെറുതെ വിടില്ല. ഇതിൻ്റെ പേര് നന്ദൻ ഇനി ജയിലിലെങ്ങാനും പോയി കിടന്നു കഴിഞ്ഞാൽ ചന്ദ്രോത്ത് വീട്ടിൽ ഉള്ള സമാധാനം കൂടി നഷ്ടമാകും. പ്രത്യേകിച്ച് നമ്മുടെ പ്രഭാവതി. എന്ത് പ്രശ്നം ഉണ്ടാകരുത് എന്ന് കരുതിയാണോ പ്രഭാവതി എല്ലാ കാര്യങ്ങളും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് ക്ഷമിച്ചേ. അതിനൊന്നും യാതൊരു ബലവും ഇല്ലാത്ത രൂപത്തിൽ നമ്മുടെ നന്ദനായിട്ട് എടുത്തുചാട്ടത്തിന് ഒരു അവിവേകം കാണിച്ചു വെക്കുന്നു. കാത്തിരിക്കാം എന്തൊക്കെയായി മാറുമെന്നുള്ള കാര്യം. MLA ദേവികയെ പോലും ഈ പ്രശ്നം ഗുരുതരമായി ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട.